ഇന്ന് ഞാൻ പുതിയൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. ഇന്ന് വന്നതാണ്. നോക്കും, നല്ല പാക്കിംഗ് ഒക്കെ നല്ല സൂപ്പറാണ്, നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഒരു ചെറിയ ഇരുമ്പെടുത്തു പൊട്ടിക്കാണ്. നല്ല പാക്കിംഗ് ആണ്, വെയിറ്റ് കൂടുതലൊന്നുമില്ല, നല്ലതാണ്. ഓക്കെ. അകത്ത് ബില്ല്. പിന്നെ ബോക്സും അതിനകത്ത് ബോക്സ് ഉണ്ട്. ബില്ലുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ബില്ല് ഒരു നീളത്തിലാണ് ബില്ലുണ്ട്. നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം സൈഡിലേക്ക്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് ഒരു ഗോഡൌണിലാണ്. അവിടെയാണ് ഇത്ര സെറ്റപ്പ്. ഇതിനകത്തൊരു ബോക്സ് ആണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. കളിപ്പിൽ വല്ലതും ആണോ? അയ്യോ, പൈസ പോയോ? എന്തായാലും അത് മാറ്റി വെക്കാം. നമുക്ക് ഇതിനകത്ത് MRP റുപ്പീസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് 8000 സംതിങ് 9000 രൂപയോളം വരെയുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം എന്താണെന്ന്. അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം അല്ലേ. അതിലൊരു ബോക്സ് ഉണ്ട്, നമുക്ക് തുറക്കാം. നല്ല പാക്കിംഗ് ആണ് എന്ന് തോന്നുന്നു. ബോക്സ് കണ്ടിട്ട് നല്ല കമ്പനി. രണ്ടാമത്തെ ബോക്സും പോയി. പറ്റിയിലാണോ? പൈസ പോയോ? എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടതുള്ള. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഒട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, സീലൊന്നുമില്ല. അതിനകത്തും ഉണ്ടല്ലോ നമുക്ക് കുറെ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ കുറിച്ച് മാനുവൽ കീ ആണ് കേട്ടോ, യൂസർ ഗൈഡ് ആണെന്ന്. യൂസർ ഗൈഡ് ആണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ മൊബൈൽ ഫോൺ ആൻഡ് റിമോട്ട് കൺട്രോൾ ക്യാൻ ബി കണക്റ്റഡ്. ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങളാണ്. ഫോർ മൂവീസ് എന്റർടൈൻമെന്റ് ഡൗൺലോഡ് ജിയോ മൊബൈൽ ആപ്പ് അവൈലബിൾ ഓൺ പ്ലേ സ്റ്റോർ ആൻഡ്രോയിഡ് ആൻഡ് ആപ്പ് സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ട് കുറെ അവർ എഴുതി. കസ്റ്റമർ കെയർ നമ്പർ, ഫോറസ്റ്റിന്റെ എല്ലാം പറഞ്ഞിട്ട് നമുക്ക് കുറെ തന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇത്ര ഐറ്റംസ് ആയി. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഇത് കിട്ടിയിരിക്കുന്നു. ഇത് അതിന്റെ കൂടെയുള്ള റിമോട്ടാണ് തോന്നുന്നു. റിമോട്ടാണ്. നമുക്ക് അത് തുറന്നു നോക്കാം റിമോട്ട് എങ്ങനെയുണ്ടോ. ഓക്കെ, റിമോട്ട് അതിന്റെ മാനുവല് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് റിമോട്ടാണ്. അത് നല്ല പാക്കിംഗ് ആണ്. സ്മൂത്ത് ആയിട്ടുള്ളതാണ്. ഒരു നല്ല കണ്ടില്ലേ, നല്ല രസമുണ്ട്. കീവേഡും ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലതാണ് തോന്നുന്നു, സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ഇവിടെ ഇരിക്കാം. ഇതിന് ബാറ്ററി ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല. ബാറ്ററി ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. തുറന്നു നോക്കി. 2 ബാറ്ററിയാണ്. പെൻസിൽ സെല്ലാണ് ഇടുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പൊ സെല്ല് വേണ്ടി വരും. അപ്പൊ നമുക്കത് അതുപോലെ ഒക്കെയാണ്. അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അത് പിന്നെ ഞാൻ പാക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഇനി എടുക്കുകയാണ്. ആദ്യം 2 ഹെഡ്ഫോണ്. ഇതെല്ലാം നല്ല അടിപൊളി സാധനമാണ്. അടിപൊളിയായിട്ട് നമ്മൾ വെളിയിലേക്ക് ഹെഡ്സെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, അഡ്ജസ്റ്റബിൾ. അപ്പോൾ അതുപോലെ ഇതിനകത്തൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. പേപ്പർ നമുക്ക് ഇളക്കാം. അപ്പോഴേ അത് കാണാനൊരു നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കത് ബട്ടണുണ്ട്. അതിനകത്ത് നമുക്ക് ഫ്രണ്ട് ഇളക്കിയാക്കി വെച്ചാൽ നമുക്ക് ക്യാമറ അതിനകത്തുണ്ട്. ഇതുമായിട്ട് ചാർജർ കണക്ഷൻ, സ്ക്രീന്, ഈ ഗ്ലാസിന്റെ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമുണ്ടാകും. കണ്ടില്ലേ, ഇത് നല്ല ഷൈനിങ്ങാണ്. ഇതിന്റെ പേര് ഉണ്ടാവും. കണ്ടില്ലേ. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഹെഡ്ഫോൺസ് ഉണ്ട്. അകത്തേക്ക് നമുക്ക് നോക്കാം. ഇതിനകത്ത് 2 ഇത് വരും. അത് നമ്മൾ എടുത്തു ഉണ്ടേ. പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അത് നമുക്ക് ആവശ്യമില്ല. അതൊന്നും എടുക്കാം. ഇനിയുണ്ട്, ഇതിലെടുക്കാം. ഓക്കെ, പിന്നെ പറയുമ്പോൾ തന്നെ ഇതിന്റെ മേലെയുണ്ട് ലെൻസ് പ്രൂവിങ്, അഡ്ജസ്റ്റബിള്, സെൻറ്റർ അഡ്ജസ്റ്റബിള് എല്ലാം. അതുപോലെ ഇതിന്റെ വോളിയം കൺട്രോള്, ഓടിക്കുള്ളത് ഇതുണ്ടല്ലേ. ഇത് സ്വിച്ച് ആൻഡ് കീ ഉണ്ട്. ഇത് ബ്ലൂടൂത്തിന്റെ ഉണ്ട്, റീസെറ്റ് ചെയ്യാം. ബ്ലൂടൂത്ത് ഉണ്ട്. അങ്ങനെ എല്ലാം. ഹെഡ്ഫോൺ അഡ്ജസ്റ്റബിൾ ആക്കാം നമുക്ക്. ഇതിൽ ഫിക്സ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അല്ല, അഡ്ജസ്റ്റബിൾ. നമ്മുടെ ചെവിയുടെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാം. 2 സൈഡിലേക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാം. അപ്പൊ നമ്മള് കണ്ണിന് സുഖമായിട്ട് കാണാം. ഈ കണ്ണാടി എടുത്ത് ഞാൻ മാറ്റുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഓക്കെ,
ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും കാണാം. ഇല്ല കണ്ടല്ലേ, സെറ്റപ്പ് അല്ലേ? ഓക്കെ, താങ്ക് യു.